ഹിറ്റാച്ചി വെച്ചിങ്ങനെ മാന്തിയപ്പം മേളിൽ നിന്ന് ശക്തമായ പാറ ഇടിഞ്ഞ് ഇവരുടെ ദേഹത്ത് വീണത് ഈ വണ്ടിയുടെ മുകളിൽ വീണതായിട്ടാണ് കാണിച്ച് നമുക്കറിയാൻ പറ്റും. പിന്നെ ഇതിന് ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു. ജിയോളജിക്കാരാണ് ലൈസൻസ് കൊടുക്കുന്നത്. ഈ വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് ഡോക്യുമെന്റ്സ്. അപ്പോൾ ഇവര് അവിടെ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അവരുടെ മുകളിലേക്ക് പാറ വീണു അല്ലേ? അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. വഴി വെട്ടുകാരും തട്ടുകളായിട്ട് വഴി വെട്ടുകാരനാണെന്ന് ഇവിടെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അജയറായും മഹാദേവാണ് മരിച്ചതെന്ന് പറയാൻ ഒക്കത്തില്ല. ഇത് എടുത്ത് നീക്കം ചെയ്യാൻ ഓപ്പറേറ്ററും സഹായിയാണ്, ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഹെൽപ്പറും. അതിനെപ്പറ്റി പറയുന്നില്ല. നിലവിൽ കുടുങ്ങി കിടക്കുന്ന രണ്ടുപേരല്ലേ? രണ്ടുപേരാ കുടുങ്ങി. ഇവര് ബീഹാറുകാരനും ബീഹാർ ഒറീസ. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്താണല്ലോ. ആ ക്രെയിൻ വരുത്തി വിളിച്ചിട്ടുണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ച് ഈ മേലത്തെ പാറ മാറ്റിയ ശേഷം മാത്രമേ ഇത് നമുക്ക് ഇത്തരം ചെയ്യാൻ. ഈ പാറമയുടെ ലൈസൻസ് സംബന്ധിച്ച് അവിടെ ഇപ്പോൾ ഒരു ചെറിയ പ്രതിഷേധമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനിപ്പോൾ ആര് പരിശോധിക്കും? ഇവിടെ ഇപ്പോൾ ഈ ജോലികൾ നടക്കുന്ന സ്ഥലം അനുമതി ഉള്ളതാണോ? ജിയോളജി വകുപ്പാണ് ഇതിന് പാറയ്ക്ക് പെർമിഷൻ കൊടുക്കുന്നത്, പാറ പൊട്ടിക്കാനായിട്ടുള്ളത്. നിലവിൽ ഇതിന്റെ പ്രവർത്തനാനുമതി ഉണ്ടോ സാർ? പ്രവർത്തനാനുമതി കുറച്ച് ഭാഗത്തിന് മാത്രം ലൈസൻസ് ഉണ്ടെന്നാണ് അറിയാൻ കാണുന്നത്. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലം പ്രവർത്തനാനുമതി ഉള്ള ഇടം, അത് ഏത് പോർഷനാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി വെക്കത്തില്ല. കൂടുതൽ സാധ്യതയുണ്ടോ? കൂടുതൽ ആളുകളില്ല, രണ്ടുപേരേ ഉള്ളു ഇതിനകത്ത്. ഇവിടെയുള്ള മറ്റു തൊഴിലാളികളാണോ പറഞ്ഞത്? രണ്ടുപേരുടെ തൊഴിലാളി ഇവിടുത്തെ ആൾക്കാരാണ് പറഞ്ഞത്. ഇവിടുത്തെ സമീപവാസികളാണ് പറഞ്ഞത്. രണ്ടുപേരേ ഉള്ളു. സാറാങ്കി ഞാൻ ഡെപ്യൂട്ടി തഹസിൽ, എൻ്റെ പേര് ഹനീഷ് ജോർജ്. ഞാൻ ഡെപ്യൂട്ടി തഹസിലാണ് ദുരന്ത നിവാരണ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്ന ക്രെയിൻ അതിനാണ് ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ, അല്ലാതെ നമുക്ക് ഇറങ്ങാനൊക്കെ താഴെ. അത് മുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോഴും പാറ അവിടെ നിന്ന് പൊടിഞ്ഞ് വീഴുന്നുണ്ട്. മേളിൽ ഇപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പോഴും മേളിൽ നിന്ന് കുറച്ച് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട്. അത് ആ മേളത്തെ ആ ഒരു പോർഷൻ പൂർണ്ണമായിട്ട് വീഴുന്ന ലക്ഷണമാണ് കാഴ്ചയിൽ കാണുന്നത്. നേരിട്ടെത്തിയ രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. അതിൻ്റെ ഒക്കത്തില്ല, നേരിട്ടുള്ള പ്രവർത്തനം ഒക്കത്തില്ല. എന്തായാലും ഇപ്പോൾ ദുരന്ത നിവാരണ